ഉത്ര, വിസ്മയ, വിഭജിക, അവസാനം അതുല്യ. ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ വീട്ടുകാരോടും അവളുടെ ബന്ധുക്കളോടും അല്ലെങ്കിൽ അയൽക്കാരോടൊക്കെ പറയുന്നുണ്ട്, എന്നെ അയാൾ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്, തല്ലാറുണ്ട്, വയറ്റിൽ ചവിട്ടാറുണ്ട്, അങ്ങനെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്ന് ബന്ധുക്കളോട് പറയാറുണ്ട്, അയൽക്കാരോട് പറയാറുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും റെക്കോർഡ് ചെയ്തുമൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? നിനക്കെന്ത് തോന്നുന്നു? അതായത് ഇപ്പോഴും നമ്മുടെ മാതാപിതാക്കള് പണ്ടുള്ള ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്നത്. അതായത് നാണക്കേട്. അതായത് ഇപ്പോ പുറത്തിറങ്ങിയാൽ നമ്മള് അയച്ചു കൊടുത്ത പെൺകുട്ടി തിരിച്ചു വീട്ടിൽ വന്ന് നിൽക്കുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ അയച്ചു, ആ കുട്ടിക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്ത വരൻ അല്ലെങ്കിൽ തീരുമാനം തെറ്റായി പോയി എന്ന് നാട്ടുകാരാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു പേടി. അതുപോലെ തന്നെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഭാവി ഓർത്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത്, അല്ലേ? അതെ. ഇപ്പൊ ഇതിലൊരു വേറൊരു വശമുണ്ട്. അതായത് ഇപ്പോ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു സത്യം, അച്ഛനും അമ്മയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തികച്ചും അനാഥരാണ്, അല്ലേ? കാരണം പിന്നെ ആ ഒരു ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ദരിദ്രരാണ്. അവരുള്ള കാലം വരെ സത്യം. അപ്പം അവരുള്ള കാലം വരെ നമുക്ക് എന്തുള്ളൂ, ആ ഒരു സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണ് ഈ ആത്മധൈര്യം. അപ്പൊ ഈ ഭൂമിയിൽ എന്തെങ്കിലും ആണ്, ഒരു സന്തോഷം കിട്ടുകയാണെങ്കിലും നമുക്കൊരു ധൈര്യം കിട്ടുകയാണെങ്കിലും നമുക്ക് എന്തിനും ഏതിനും ഉണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ അവരില്ലാതായി കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഈ കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ മക്കള് എന്നൊക്കെ പറയുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ ആ ഒരു മൂല്യം മനസ്സിലാവുന്നത് അവരോടെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അത് മനസ്സിലാവുകയില്ല. എന്നാൽ അവര് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം അത് എത്ര വലുതായിരിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ഓരോ ആണുങ്ങളുടെ കയ്യിലാണ് ഓരോ സ്ത്രീകൾ എത്തിപ്പെടുന്നതും അവർ ഈ ദുരിതം അനുഭവിക്കുക ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം തന്നെ പ്രശ്നമാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സ്ത്രീധനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ സ്വർണം അല്ലെങ്കിൽ ഈ മറ്റേ ഇറച്ചി വെട്ടി തൂക്കി കൊടുക്കുന്നത് പോലെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് സ്വന്തം മകളെ ആരുടെങ്കിലും കയ്യിൽ ഈ വിൽക്കുക എന്ന് പറയില്ലേ, പിടിച്ചേൽപ്പിക്കുന്നതല്ല, വിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഉത്രയുടെ പഴയ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവാം. മൂർഖന്റെ പാമ്പ് കടിയേറ്റ് മരിച്ച പെൺകുട്ടി, ശരീരം മുഴുവൻ സ്വർണ്ണമാണ്, ദേഹം മുഴുവൻ. അപ്പൊ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ഇപ്പോ എന്തോ മാനസികമായിട്ട് എന്തോ അല്ലെങ്കിൽ ബുദ്ധിക്കുറവോ എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത് ആ കുട്ടിക്ക്. അതുകൊണ്ട് എന്താണ് വീട്ടുകാർ ഒഴിവാക്കി വിട്ടതുപോലെയാണ്. ഇത്രയും സ്വർണവും ആഭരണങ്ങളും കൊടുത്തിട്ട് ഒരുത്തിന്റെ കയ്യിലെങ്കിൽ പിടിച്ചേൽപ്പിക്കുകയാണ്. അവസാനം എന്താണ് സംഭവിച്ചത്? എനിക്ക് അതില് മറ്റൊരു തരത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോ ആ അമ്മയും അച്ഛനും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാള് കാത്തുവെച്ചിരുന്ന സ്നേഹവും ഇതും അവർ ഇതിലൂടെ ആയിരിക്കാം അവർ പ്രകടിപ്പിച്ചത്. അതായത് അവർക്കുള്ള എല്ലാ സമ്പാദ്യവും ആ കുട്ടിക്ക് കൊടുക്കുക. അവർക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവിനെയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ പ്രാപ്തിയാവണം. അതിന് ഈ സമ്പത്ത് ഉപകരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത് കൊടുത്തതെങ്കിൽ. പക്ഷെ ഞാനത് മനസ്സിലാക്കിയത്, ഞാൻ ഇപ്പോഴും കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ മറ്റൊരുത്തന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് അവരൊന്ന് ഫ്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞതുപോലെ ആ കുട്ടിയെ പ്രാപ്തയാക്കാനായിരുന്നെങ്കിൽ ആ പണം അവളുടെ ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അത് മറികടക്കാനായിട്ട് അവളെ മുൻപന്തിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ആ പണം ഉപയോഗിക്കായിരുന്നു. അത് ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ 50 പവൻ തരാം, എന്റെ മോളെ കിട്ടണം, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാരണം അതായത് 50 പവൻ തന്നേക്കാം അല്ലെങ്കിൽ കാറ് തരാം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ഒരുത്തിന് തന്റെ മകളെ പിടിച്ചു കൊടുക്കുമ്പോൾ അവളവിടെ എന്ത് പ്രാപ്തയാണ് ആകുന്നത്? അത് ആ കുട്ടിയുടെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കാം. പ്രോത്സാഹിപ്പിക്കുകയല്ല. എങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ സമ്പാദ്യം ഉപകരിക്കട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം. പക്ഷെ ആ ചെയ്ത രീതി തെറ്റായി പോയി എന്നുള്ള ഇതായില്ല. പക്ഷെ ഞാൻ ഇതിനൊരു ഉദാഹരണം എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ അച്ഛൻ ബ്ലൈൻഡ് ആയിരുന്നു.
അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വളരെ സാമ്പത്തിക കുറവായിരുന്നു. അച്ഛനും അതേപോലെ തന്നെ സാമ്പത്തികമൊന്നും അങ്ങനെ ഇല്ല. എങ്കിലും അവര് അച്ഛന് ജോലി ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പാവപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം അച്ഛന് ജോലി ഉണ്ടല്ലോ, ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് അമ്മ എന്ത് ചെയ്തു, അച്ഛനെ കല്യാണം കഴിച്ചു. നമ്മൾ ഇവിടെ വരെ എത്തി. അച്ഛൻ മരിച്ചു എങ്കിലും നമ്മൾ ഇവിടെ വരെ എത്തി. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ കേൾക്കുന്നത്, അതായത് നമ്മളെന്ന് വെച്ചാൽ എൻ്റെ അമ്മ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവന്റെ ജോലി കണ്ടിട്ടാണ് കെട്ടിയത് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ കണ്ടത് എന്നുള്ള ഇതാണ്. ഒരു ഭാഗം ശരിയാണ്, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി. എന്താ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു നിൽക്കുന്നു. അങ്ങനെ താഴ്ന്നു നിൽക്കുമ്പോഴത്തേക്ക് ഒരാളുടെ കുറവ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാളുടെ പോസിറ്റീവ് കണ്ടാണ് അവര് പോയത്. അതിപ്പോ സമ്പത്തിലാവാം, അതല്ലെങ്കിൽ ജോലിയിലാവാം, അവരുടെ കഴിവിലാകാം, എന്തോ ആവട്ടെ, അങ്ങനെയായിരിക്കും അവർ പോയത്. അപ്പോൾ അന്ന് സ്ത്രീധനം അല്ലായിരുന്നു പ്രശ്നം. അന്ന് എന്തായിരുന്നു അവരുടെ രക്ഷ നേടുക എന്നുള്ള ഒരു രീതിയിലാണ് അന്ന് കല്യാണം കഴിഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ ഇന്ന് ഉത്തരയുടെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ എന്ത് ചുറ്റുപാടാണുള്ളത്? അതാണ് പറയുന്നത്. അല്ലല്ല, അതാണ് പറയുന്നത്. ഇപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ കുറവിനെ മാത്രം നമ്മൾ പറയാനില്ല. കുറവില്ലാത്ത എത്രയോ പേര് ഇതേപോലെ സമ്പാദ്യം കൊടുത്ത് അവരെ കൊലയ്ക്ക് കൊടുത്തതുപോലെ ആയിട്ടുണ്ട്. ഈ പിന്നീടുള്ള പക്ഷേ ശേഷമുള്ള പല മരണങ്ങളും അതല്ലേ നമ്മളെ കാണിച്ചിരുന്നത്. അതായത് അവർക്ക് വേറെ കുറവുകളൊന്നുമില്ല. ചിലർ ഇന്നാള് ഒരു കുട്ടി മരിച്ചത്, ആ കുട്ടിക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ അത് ആത്മഹത്യ ചെയ്യും. നിറം കുറവാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിൽ അതിൽ വേറൊരു സൈക്കോളജി കൂടി ഉണ്ട്. അതായത് ആ ഇന്നത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരാണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വലിയ രീതിയിലൊരു ഒരു പരാജയം ആ ഒരു വിദ്യാഭ്യാസ രീതിയിലുണ്ട്. അതായത് ഒരു പെൺകുട്ടി ആരെങ്കിലും ഒരു നിറത്തിന്റെ പേരിൽ കളിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടാമത് ചിന്തിക്കുന്ന ആത്മഹത്യയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാൻ. കാരണം ഇതൊന്നും താങ്ങാനുള്ള ശക്തി അവർക്കില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്, ഇല്ലേ? ഇനി സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കും. അതായത് എന്തിനാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ അടിച്ചു കൊല്ലാനല്ലേ എന്ന് ചിന്തിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിന്റെ ഒരു ശരിതെറ്റല്ലേ? അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പണം കണ്ടിട്ടോ, അല്ലെങ്കിൽ അവന്റെ ജോലി കണ്ടിട്ടോ, അല്ലെങ്കിൽ വിദേശത്ത് നല്ലൊരു ജോലിയാണ്, അല്ലെങ്കിൽ ഇത്രയും ശമ്പളമുണ്ട്, ആ രീതിയൊക്കെ കണ്ടിട്ട് നമ്മൾ വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ പിടിച്ചയക്കുന്നതിലും, അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ സ്വയം സമ്മതിച്ച് വിവാഹത്തിന് സമ്മതിക്കുന്നതിനും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ ഇല്ലേ? നമ്മളിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നമ്മളിപ്പോൾ ശരിയായിട്ടുള്ള ഒരാളെ കണ്ടെത്തുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടോ? അതായത് ഈ ശരിയായിട്ടുള്ള ആള് തെറ്റായിട്ടുള്ള ആള് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴേ ഒരാൾക്കാരുടെ, അതും ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചാലും ചിലരെ മനസ്സിലാവുന്നില്ല. അതായത് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഏറ്റവും ക്രൂരനും ബുദ്ധിശാലിയും എന്താണ്. പക്ഷെ ആ കാര്യത്തിൽ ഇവരൊക്കെ വളരെ സ്നേഹം ഇവർക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് അവന്റെ ഉള്ളിന്റെ ഉള്ളില് മൃഗവും ഉണ്ട് ദൈവവും ഉണ്ട് എന്ന് പറയും പോലെ ഒരു മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അവൻ നല്ലതാണോ അല്ലെങ്കിൽ അവള് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഏത് പോയിന്റിലാണോ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, അവിടെ വെച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കുടുങ്ങിപ്പോയെങ്കിൽ നിയമസഹായം ചെയ്യുക, രക്ഷപ്പെട്ടു പോവുക. ഈ പെണ്ണ് പിടിച്ച് നടക്കുന്നവന്മാരും ആണിനെ പിടിച്ച് നടക്കുന്നവന്മാർക്ക് ഇതൊരു പോസിറ്റീവ് വാർത്തയാണ്. കാരണം അവർക്ക് അവരുടെ ചോദ്യമുണ്ട്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ചായ എന്താണ് സംഭവം പറയുന്നത്? ചായ കുടിക്കാൻ ചായക്കട വാങ്ങിക്കണമെന്നിരിക്കും.
അപ്പോ ഇതിലൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ് ഇതിൽ വരുന്നത്. കാരണം കുടുംബജീവിതത്തെ ചായക്കടയായിട്ടാണ് കുടുംബജീവിതത്തിന്റെ ചായക്കട കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഒന്നിനെ നമുക്ക് ചൂട് നോക്കാനും പറ്റൂല, അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെ. പക്ഷെ എന്നിരുന്നാലും ഇവര് പറയുന്നത് പെണ്ണ് പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവർക്ക് കല്യാണമൊക്കെ എതിരാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ശരിയല്ലേ എന്നാണ്. പക്ഷെ ഇതിന് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ എത്ര കാലം കാണും? ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എത്ര കാലം? ഇപ്പൊ അതിന്റെ ഒരു കണക്ക് എടുക്കാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്നു പറയും. ഞാനൊക്കെ ഇനി എത്ര നാൾ കാണുമെന്നും പറയാൻ പറ്റൂല. അതായത് ഇപ്പോ എത്ര കാലം ഈ സൗന്ദര്യം കാണും? ഇങ്ങനെ വിചാരിച്ച് നടക്കുന്നവർക്ക് കിടപ്പിലാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എത്ര കാലം നമ്മുടെ കൂടെ കാണും? അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ എത്ര കാലം? ഇപ്പം മരിച്ചു പോകുന്നതിനൊരു പ്രായപരിധിയൊന്നും ഇല്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് അവരില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം? അതേസമയം നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ നല്ലൊരു ഭാര്യ, മക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സെക്യൂരിറ്റി അല്ലേ? കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജീവിതത്തിനെ എന്താണ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ കുടുംബമായിരിക്കും. അതെ, അതായത് മാനസികമായിട്ട് നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ കുടുംബം നന്നായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ ആരോഗ്യങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നമ്മളെ നോക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും എത്രത്തോളം സ്നേഹിക്കുന്നു, അതേപോലെ അവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അവരിൽ നിന്നും കിട്ടുന്ന അതേ സ്നേഹം നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കിട്ടിയ സുരക്ഷിതത്വം അതെ നമുക്ക് നമ്മുടെ ഭാര്യയിൽ നിന്നും നമ്മുടെ കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അതെ, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സുരക്ഷിതത്വം നാളെ നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ, അതായത് നമ്മുടെ ഭാര്യ, മക്കൾ എന്ന് പറയുന്ന ആ ഒരു കുടുംബജീവിതത്തിൽ നിന്നും ഉണ്ടാവണം. അല്ലാതെ അതിൽ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് പെണ്ണ് പിടിച്ച് നടന്നതുകൊണ്ട് നാളെ കിടപ്പിലായി പോകുന്ന സമയത്ത് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതിപ്പോ പണം മോഹിച്ച്, അതായത് എനിക്ക് 50 പവൻ വേണം, ഒരു കാറ് വേണം, ഇന്ന കാറ് വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വരുന്നവനെ ഒഴിവാക്കാനും, അതേസമയം നല്ലതിന് അത് കുറച്ചൊക്കെ നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരാളുടെ കുടുംബജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അടിസ്ഥാനം എന്താണെങ്കിലും നമുക്കൊരു പെൺകുട്ടി അയക്കുന്ന വീട്ടിൽ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. കൂടുതൽ നീ പറഞ്ഞതുപോലെ ചൂട് നോക്കാൻ പറ്റൂലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അവരെ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു വിളിക്കുക. അവർക്ക് വേണ്ട പിന്നീടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അവരെ സ്വന്തം കാലം നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. നമുക്ക് അതിനുള്ള ബാക്ക് സപ്പോർട്ട് കൊടുക്കുക. ആ കേസിൽ ഉൾപ്പെടെ അതല്ലല്ലോ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിമഞ്ചിയുടെ സംഭവത്തിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നീ ജീവിക്കും. അതില് ആ അമ്മ പറയുന്നത് അവര് അറിഞ്ഞിട്ടില്ല, ഒരു കാര്യവും ആ മകള് അമ്മയോട് പറഞ്ഞിട്ടില്ല. വിമഞ്ചിയുടെ കാര്യത്തില് പറഞ്ഞിട്ടില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ അതിൽ കുറച്ച് വേറെ ആൾക്കാരെ കുറ്റക്കാരാണ്, അവരുടെ മറ്റു ബന്ധുമിത്രങ്ങൾ. ഈ പറയും പോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പരിമിതികൾ കാണും. അമ്മയ്ക്കും അച്ഛനും മാത്രമേ ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കാര്യത്തിൽ. ബാക്കി സഹോദരങ്ങൾക്ക് ആയിരുന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ കൈയടക്കാൻ പറ്റില്ല. അതായത് ആ കുട്ടിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സുഹൃത്തുക്കൾക്ക് ചിലപ്പോ കൈയടക്കാൻ പറ്റാത്ത ബന്ധുമിത്രാദികൾക്കാണെങ്കിലും അവരെ ആ ഒരു സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അല്ലാതെ അത് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഒന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല. എന്താണ് കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു അണഞ്ഞിരുന്നു കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം എല്ലാം മരിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവള് പറയും, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ പറയും അമ്മ അറിയാൻ പാടില്ല. പക്ഷെ അതില് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികൾ, അതായത് അവരുടെ മനസ്സിൽ നിഷ്കളങ്കത്വമായതുകൊണ്ടായിരിക്കാം, അവർ വേറെ ഒന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ പല കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും അവരുടെ സുഹൃത്തുക്കളോട് അവർ ഷെയർ ചെയ്യുമ്പോൾ ആ സുഹൃത്തുക്കൾ വഴിയായിരിക്കും ടീച്ചർമാർ ബാക്കിയുള്ളവർ അറിയുന്നത്. അത് എന്തുകൊണ്ടാണ്? അവരെ വരും വരായികൾ ചിന്തിക്കാതെ അവരെന്ത് ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ മുതിർന്നവരൊക്കെ ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് പല വിപത്തുകളും നമ്മൾ അറിയുന്നു. അതേപോലെ തന്നെ ഈ സുഹൃത്തുക്കൾ ഇത് അറിയുമ്പോൾ
അവര് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പോലീസിന് ഒരു മെസ്സേജോ മെസ്സേജ് എന്തെങ്കിലും ഏതെങ്കിലും എന്നെ പുറത്തറിയാത്ത രീതിയിൽ ഇങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സുഹൃത്തുക്കള് പല കാര്യങ്ങളും അവര് അറിയുമ്പോൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെന്ത് ചെയ്യുക, പോലീസിനെയോ അല്ലെങ്കിൽ അധികാരപ്പെട്ട മറ്റാരെയെങ്കിലും ഞങ്ങളാണ് അറിയിച്ചത് എന്ന് അറിയിക്കാത്ത രീതിയിൽ ഇവരെ അറിയിക്കും. അതായത് ഇപ്പൊ പോലീസ്, ഇപ്പൊ ഞാനാണ് ഇപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, അമ്മ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയെ ചിലപ്പോൾ അറിയിക്കുമ്പോൾ ചിലപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാം അവരുടെ സാഹചര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഏതെങ്കിലും അധികാരപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ നോക്കും. അതേപോലെ ബാക്കിയുള്ളവരും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഇനിയെങ്കിലും ശ്രമിച്ചു നോക്കുക. നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് വിഭജിക കേസ് ഉണ്ടായ സമയത്ത് അതുല്യ തല്ലുവാങ്ങുന്നുണ്ട്. അതായത് അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഉത്രയ്ക്ക് ആ മൂർഖന്റെ കളിയേൽക്കുന്ന സമയത്ത് നമ്മുടെ വിസ്മയ ദുരിതം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഭജിക, ആ സമയത്ത് ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റെപ്പിൽ തന്നെ അതുല്യ നരകയാതന അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ വാർത്ത കണ്ടുകൊണ്ട് ടി വിയിൽ കാണുന്ന സമയത്ത് തന്നെ ഓരോ പെൺകുട്ടികളും ഓരോ കഞ്ചാവുകളുടെ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടവന്മാരുടെ തല്ല് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ദുരിതം അനുഭവിക്കുകയാണ് എന്ന് കൂട്ടുകാരോട് പറയുകയാണ്, വീട്ടുകാരോട് പറയാണ്, ബന്ധുമിത്രാദികളോട് പറയാണ്. ഇത്തരം വാർത്തകൾ കണ്ടിട്ടും അല്ലെങ്കിൽ എൻ്റെ മോക്ക് അവൾ ഇത് തന്നെയല്ലേ അനുഭവിക്കുന്നത്, അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ എന്ന് പോലും ചിന്തിക്കാതെ ആ ഒരു മനോഭാവമുള്ള, അല്ലെങ്കിൽ ഇത്രയും വാർത്തകൾ കേട്ടിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്ന ആ മനുഷ്യന്റെ ആ ഒരു മത്ത് പിടിച്ചിരിക്കുന്നതെന്ന് പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ ആരാണ് കഞ്ചാവ്, ആരാണ് മദ്യപാൻ, സമൂഹത്തിൽ മൊത്തത്തിലാണോ, അതോ ഇവരെ അല്ലെങ്കിൽ ഈ സ്ത്രീകൾ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്നവന്മാർ മാത്രമാണോ, ആരാണ് തെറ്റിയത്? ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും തെറ്റിയാലാണ്. നമ്മളിപ്പോ നമ്മൾ രണ്ടുപേരും ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, ഞാൻ പൂർണ്ണമായും ഞാൻ പെർഫെക്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കണമെന്ന് ഞാൻ തോന്നുന്ന സ്ഥലത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട്. അതെനിക്ക് അവസാന പ്രശ്നമായിട്ട് വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നല്ലത് കരുതി പ്രതികരിക്കുന്ന പല കാര്യങ്ങളും അവസാനം അവര് തമ്മിൽ ഒന്നാവുകയും ചെയ്യും, അത് നമുക്ക് പുറത്താകാം. പക്ഷെ എങ്കിലും ഞാൻ അവിടെ കാണുന്ന സന്തോഷം ആ സമയത്ത് ഞാൻ പ്രതികരിച്ചുകൊണ്ടാണല്ലോ അവരൊന്നായത് എന്നുള്ളത് ചിന്തിച്ചാണ് ഞാൻ സമാധാനപ്പെടുന്നത്. ഇത്തരം വാർത്തകൾ കേട്ടിട്ട് കല്യാണം വേണ്ട എന്നല്ല പറയേണ്ടത്, നമ്മൾ ശരിയായിട്ട് ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത്. അതായത് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ഒരാളെ കണ്ടെത്തുക. അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ശരിയായിട്ടുള്ള ഒരാൾ. നമുക്ക് ഒരാളെ ചൂട് നോക്കാനൊന്നും പറ്റില്ല, പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇനി വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എങ്ങനെ ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് പെരുമാറാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 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 വിദ്യാഭ്യാസം അവർക്ക് ഇപ്പോഴേ നൽകി തുടങ്ങണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ സയൻസ്, മാത്സ്, അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നീ പഠിച്ചപ്പോ ഉണ്ടായിരുന്നോ നമ്മളെ എങ്ങനെ ബാക്കിയുള്ളവർക്ക് ബഹുമാനിക്കണം, അതായത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം? ഇല്ല, ഞാൻ പഠിച്ചപ്പോ പീരിയോഡിക് ടേബിൾ ഇപ്പൊ എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ? അതാണ് അവസ്ഥ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേരൊക്കെ നമ്മൾ എല്ലാ ഇതിനും ഒന്നാമതെത്തുന്നു എന്ന് പറയുന്നു. നമ്മളെ ഒന്നാമതുണ്ട് ശരിയത് തെറ്റേത് നന്മയേത് തിന്മയേത് എന്നൊന്നും അറിയാത്ത രീതിയിൽ ഒന്നാമതെത്തുന്നു. അതായത് കാണാൻ പാഠം പഠിച്ചു. അതായത് അവർക്കൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യത്തില് വളരെ പുറകോട്ടാവുന്നതാണ്. ഞാന് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറഞ്ഞാലും അതിപ്പോ നമ്മള് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വേണ്ടി കൈയിരിക്കുന്ന ഒരു സമൂഹമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ തെറ്റിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അതായത് ഒരാളെ പറ്റി തെറി വിളിച്ചു കഴിഞ്ഞാൽ അവൻ ആഹാ. അതുകൊണ്ട് നമ്മളെ തെറി വിളിക്കാത്തതുകൊണ്ട് ഇതായാലും ചർച്ച ചെയ്യുന്നില്ല, ഇവിടെ തെറി വിളിക്കുന്നില്ല, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. കുറ്റം
നമ്മൾ ഇത്രയും നേരം ഒരാളെ കുറ്റമല്ലേ പറഞ്ഞത്, ഒരാളല്ല ഒരു സമൂഹത്തിന്റെ കുറ്റമല്ലേ പറഞ്ഞത്, സമൂഹത്തിന്റെ മൂല്യചിരി. സമൂഹത്തിന്റെ കുറ്റം. അത് കുറ്റം പറയാൻ നമ്മൾ ആരാണെന്ന് ചോദിക്കാം, നമുക്ക് കുറ്റമില്ല, ശരിയാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, നമുക്ക് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, എല്ലാ തെറ്റുകുറ്റങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ എന്ത് കുറ്റവും തെറ്റും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബാക്കിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവമോ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആ വകതിരിവ് ആണ് ഇന്നത്തെ പല വകതിരിവ്, വട്ടപൂജ്യം. അതെ, ഈ ലൈറ്റ് പോലെ വട്ടപൂജ്യം. ഇപ്പൊ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്വർണത്തിന്റെ ഒരു ഇതിൽ, അതായത് നമ്മുടെ ഒരു ബന്ധു, അപ്പോ ആ പെൺകുട്ടിയുടെ കല്യാണം അടുത്ത ദിവസം നടക്കാൻ പോവാണ് കല്യാണം. അപ്പോൾ ഈ പെൺകുട്ടി വിഷമിച്ച് കിടക്കണം, ബന്ധുക്കളെല്ലാവരും കൂടിയിരിക്കുന്നു. അപ്പോൾ പെൺകുട്ടി വളരെ വിഷമിച്ചിട്ട് കമന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അയ്യോ പാവം, കല്യാണം കഴിഞ്ഞ് പോവുകയാണല്ലോ, അടുത്ത ദിവസം മറ്റൊരു വീട്ടിലോട്ട് പോവുകയാണല്ലോ, അതിന്റെ വിഷമത്തിൽ, അതിന്റെ ഷോക്കിൽ അച്ഛനെ വിട്ടും സഹോദരനെ വിട്ടും അമ്മയെ വിട്ടും ഒക്കെ പോകുന്നതിന്റെ ആ വിഷമത്തിൽ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നു എന്താ മോളെ ചോദിക്കുന്ന സമയത്ത് പെൺകുട്ടി എണീച്ച് നിന്നിട്ട് വളരെ വിഷമത്തോടു കൂടി, അപ്പം നമ്മളെല്ലാം ആകാശം എന്താണ് അച്ഛനും മകളും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആവശ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പെൺകുട്ടി പറയുകയാണ്, അച്ഛാ ഇത്രയും ഓക്കെ, പക്ഷെ ഇവിടെ ഒരു നെക്ലേസ് കൂടി ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ മറഞ്ഞേനെ, അതായത് ഒരു നെക്ലേസ് കൂടി ഇട്ടിരുന്നെങ്കിൽ ആ കഴുത്തങ്ങ് പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ അച്ഛൻ പെട്ടെന്ന്, അച്ഛൻ ശശിയായതാണോ എന്താണ് സംഭവിച്ചത് നീ മനസ്സിലായി. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പെൺകുട്ടികൾ. റീലിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്വർണ്ണമൊക്കെ അങ്ങ് വലിച്ചിടുകയാണ്. എന്നിട്ട് ഇവര് തന്നെയല്ലേ അത് പ്രൊമോട്ട് ചെയ്യുന്നത്, ആണോ അല്ലേ? അങ്ങനെയുള്ളവരും ഉണ്ട്, എല്ലാവരും പറയുന്നില്ല, അങ്ങനെ ഉള്ളവരും ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്റെ ഈ ബന്ധുവിനെ പോലെ, നിഷ്കളങ്കയായ പെൺകുട്ടിയെ പോലെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം തന്നെയാണ് പറയുന്നത്. എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി ഒരു ആലോചനയായിട്ട് ബന്ധപ്പെട്ട് പക്കോട്ട് കണ്ട ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ ആ അച്ഛൻ പറയുകയാണ്, എനിക്ക് ഗവൺമെൻറ് ജോലിയില്ല, ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നു, അല്ലാതെ ചെറിയ ജോലിയുണ്ട്, പെർമനൻ്റ് ജോലിയില്ല. ഓക്കെ, അപ്പോൾ ആ അച്ഛൻ പറയുകയാണ്, അതെ ഞങ്ങൾ ഗവൺമെൻറ് ജോലി ഉള്ളവരെയാണ് മാത്രമേ നോക്കുന്നുള്ളൂ, ഗവൺമെൻറ് ജോലി ഉള്ളവർ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ പറയുകയാണ്, ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാടുണ്ട്, അപ്പോൾ പിന്നെ ഗവൺമെൻറ് ജോലി ഉള്ളവരെ മാത്രമേ കൊടുക്കൂ. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ് ആയിക്കോട്ടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് പെൺകുട്ടികൾക്ക് ഇത്രയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നേരത്തെ നീ പറഞ്ഞ പോലെ വിൽക്കുക. അതെ, സ്വഭാവത്തിനേക്കാൾ ഉപരി ഒരാളുടെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവ പെർഫെക്റ്റ് ആണെന്നാണ് വീട്ടുകാരും പെൺകുട്ടിയുടെ വിചാരം. അപ്പൊ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കല്യാണം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട്, ഇത്തരം വാർത്തകൾ കണ്ടിട്ട് അതൊരു ഒരു അവസരമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയുന്നതാണ്, അച്ഛൻ്റെയും അമ്മയുടെയും കാലം വരെ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആരൊക്കെയാണ്, അത് കഴിഞ്ഞാൽ, അവരുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ തീർത്തും അനാഥരാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ദരിദ്രർ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് വേണ്ടത്. അത് ലവ് മാരേജ് ആയിരിക്കാം, അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം. ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. അറേഞ്ച്ഡ് മാരേജ് ശരിയല്ല, അതുകൊണ്ട് ലവ് ചെയ്ത് തന്നെ കല്യാണം കഴിക്കാന്ന് കരുതുന്ന ആൾക്കാർ ഒരുപാട് പേര് നരകയാതന അനുഭവിക്കുന്നില്ലേ? നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് നിർത്താം. രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഒരേ രീതിയിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവണം. നമുക്ക് ആരെയും ചൂട് നോക്കാനൊന്നും പറ്റില്ല. മകളെ അല്ലെങ്കിൽ മക്കളെ ഒരു വാണിജ്യ വസ്തുവായിട്ട്, വിൽപ്പന ചരക്കായിട്ട് കണ്ടിട്ട് അവർക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ വാരി അങ്ങ് നിറച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി 50 പവനും കാറും 50 100 പവനൊക്കെ ആയാലും അത്രയൊക്കെ ഇട്ട് ഇപ്പം ചോദിക്കുന്നത് സർക്കാർ ജോലിയാണോ, പയ്യന് സർക്കാർ ജോലിയാണോ, പയ്യൻ കഞ്ചാവ് അടിക്കുന്നവനാണോ അല്ലെങ്കിൽ അവൻ മദ്യം കഴിക്കുന്നവനാണോ ഒന്നും അറിയണ്ട, അവൻ സർക്കാർ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതൊരു തരം സ്ത്രീധനമാണോ? അങ്ങനെ കണ്ടയക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അവർക്കും ഇതൊരു പാഠമായിട്ട് ഇനിയെങ്കിലും സമൂഹത്തിൽ മനസ്സിലാക്കണം അല്ലേ? ഇതൊരു കല്യാണം കഴിക്കാൻ പറ്റാത്ത രണ്ടുപേരുടെ ആത്മകഥമായിട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത അങ്ങനെ പറയുന്നത്. പെണ്ണുണ്ട് ആരെങ്കിലും കല്യാണം കഴിക്കാനാണെങ്കിൽ കല്യാണം കഴിക്കാം, പെണ്ണുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതാണ്. ഇപ്പോൾ
അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിന്റെ അച്ഛനും അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അയൽക്കാരിലുള്ള ഭാര്യയും ഭർത്താക്കന്മാരും നമ്മൾ കാണുന്നുണ്ട്. ജാതകം നോക്കി കെട്ടിയവരുണ്ടായിരിക്കും, ജാതകം നോക്കി കെട്ടാത്തവരുണ്ടായിരിക്കും, പ്രണയിച്ച് കെട്ടിയവരുണ്ടായിരിക്കും, കെട്ടാത്തവരുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ എല്ലാം ജീവിതം കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഇവരാരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. സ്വന്തം സ്വഭാവമായിട്ട് ഒന്ന് അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടെത്തിയാണ് വിവാഹം കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ഇല്ല. അതുകൊണ്ടാണ് കെട്ടാച്ചരക്കായിട്ട് ഇങ്ങനെ നിന്ന് എന്ത് ചെയ്തത്, ഇങ്ങനെ ആയി പറ്റിപ്പോയത് അല്ലേ? ഇതല്ലേ സത്യം. അപ്പൊ കല്യാണം കഴിക്കാതെ രണ്ട് പുരുഷന്മാരുടെ ദീനരോധനം. അപ്പൊ അതായിട്ട് നീ പറഞ്ഞത് തെറ്റാണ്. പെണ്ണുണ്ട്, നീ കല്യാണം ആലോചിച്ച് ഒരു പെണ്ണെ കാണാൻ പോയി, രണ്ട് പെണ്ണെ കാണാൻ പോവുകയും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും നിനക്ക് നിന്റെ കൺസെപ്റ്റുമായിട്ട് എന്താണ് ചേർന്ന് പോകാൻ പറ്റിയില്ല. അത് നീയോ ഞാനോ വലിയ സൗന്ദര്യമുള്ള ആൾക്കാരായി പോയതുകൊണ്ടല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് സൗന്ദര്യമുള്ള ആൾക്കാരായി പോയതുകൊണ്ടല്ല, തോന്നിയതുകൊണ്ടുമല്ല, നമ്മളെ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംസാര ശൈലിയോ ഒന്നുമല്ല നമുക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ പെണ്ണ് കിട്ടാത്തത് കൊണ്ടല്ല കേസ്. പിന്നെ ഇത്തരം വാർത്തകൾ കാണുമ്പോഴെങ്കിലും ഇപ്പൊ അതുല്യയുടെ സംഭവ വികാസങ്ങൾ വരെ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ നരകയാതന അനുഭവിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? എവിടെയോ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി കേൾക്കുമ്പോൾ ഒന്ന് പോലീസിലെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യുക, ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ഒന്ന് അറിയിക്കാനുള്ള മനസ്സെങ്കിലും. ചിലപ്പോൾ വീട്ടുകാർ പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവൂ, മക്കൾക്ക് വേണ്ടിയല്ലേ, നിനക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയാം. ഒരു കാര്യമുണ്ട്, പോലീസിനെ അറിയിച്ച പല കാര്യങ്ങളും അവര് നിസ്സാരവൽക്കരിച്ച് പോയിട്ട് അവരുടെ അനാസ്ഥ മൂലം ജീവിതം നഷ്ടപ്പെട്ടവരുമുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഇവിടെ ഈ അവസാനം ഈ അതുല്യയുടെ കേസിൽ പോലും എന്താണ് ഈ നമ്മുടെ കൗൺസിലിംഗ് ചെയ്ത് രണ്ടുപേരെ വീണ്ടും ഒരുമിച്ച് എന്തായാലും കുറെയൊക്കെ നമ്മൾ യോജിച്ച് പോകാൻ പറ്റുമല്ലോ, ഒരു ജീവിതമല്ലേ. പക്ഷെ യോജിച്ച് പോകാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇതായിരിക്കാം. പിന്നെ കുട്ടികളുടെ ഇത് ചിന്തിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും അനുഭവിക്കുന്ന, ഇത്രയും കാലിലും കയ്യിലും മുഖത്തും ഒക്കെ അടി കൊണ്ട പാടുണ്ട്, ചതഞ്ഞ പാടുള്ള ഇവൻ നന്നായിട്ടില്ലല്ലോ. അപ്പൊ കൗൺസിലിംഗ് ചെയ്യുന്ന അത്രയും ബോധമില്ല. കാരണം ഇവൻ മദ്യപാനം നിർത്തിയിട്ടില്ല, ഇവൻ കഞ്ചാവിനോ മദ്യപാനത്തിനോ എന്തോ ആയിക്കോട്ടെ അവൻ അതിനെ നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്താത്ത ഒരുത്തന്റെ കൂടെയാണ് ഈ പെൺകുട്ടി വീണ്ടും കൗൺസിലിംഗ് ചെയ്ത് അയക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മദ്യത്തിന് അടിമപ്പെട്ട, കഞ്ചാവിന് അടിമപ്പെട്ടവന്മാർ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ബോധമുള്ളൊരു സമയം ഉണ്ടല്ലോ. നമുക്ക് ഈ വെള്ള സിനിമയിൽ പറയുന്നത് പോലെ നമുക്കൊരു ദുശീലം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പുറത്തു വരാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ബോധമുള്ള സമയത്തെങ്കിലും നടത്തിക്കൂടെ അല്ലേ? ഇത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ മദ്യം കഴിച്ചത് കൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത്. ബോധമുള്ള സമയത്ത് നിങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റാനുള്ളൊരു തോന്നൽ പോലും അവന്മാർക്ക് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഇത് അവർ തീർച്ചയായിട്ടും പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കുറ്റം തന്നെയാണ് ഈ ചെയ്യുന്നത്. അത് മദ്യം കഴിക്കുന്നവന്മാർ മാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം ജീവിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ചെയ്യുന്ന തെറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പേഴ്സണലി ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് കരുതി ഞാൻ ഒരാളെ അറിഞ്ഞുകൊണ്ട് അവനെ ദ്രോഹിക്കണം അല്ലെങ്കിൽ അവളെ ദ്രോഹിക്കണം എന്നുള്ള ഇതുമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടെങ്കിലോ ഇവന്മാര് ഭയങ്കര പെർഫെക്റ്റ് ഹരിചന്ദ്രന്മാർ ഈ ചരിത്രത്തിൽ, എന്റെ യൂട്യൂബ് ചരിത്രത്തിൽ ഒന്നോ രണ്ടോ കമന്റ് നീയൊക്കെ അല്ലാതെ വേറെ ആരും ഇട്ടിട്ടില്ല. ചിലപ്പോ പറയാൻ പറ്റൂല നമ്മള് ഏതാണ് എങ്ങനെയാണ് വൈറലാവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറി സംബന്ധിച്ചിടത്തോളം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മള് സത്യത്തിന് വേണ്ടി നമുക്ക് നമ്മൾ നീ പറഞ്ഞതുപോലെ ഒരുപാട് പോരായ്മകളുണ്ട്, ബെറ്റർ ഒന്നുമല്ല. പക്ഷെ ജീവനുള്ള കാലം നമുക്ക് നല്ലത് പറഞ്ഞല്ലേ, സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു കൊടുത്ത് പോവാം. നമുക്ക് ഒരുപാട് ദുശീലമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കള്ളു പിടിക്കുന്ന ആൾക്കാരല്ല, കഞ്ചാവ് പിടിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ നമുക്ക് പേഴ്സണൽ ഒരു വ്യക്തി എന്നുള്ളതില്ലേ ഒരുപാട് പോരായ്മകളുണ്ട്. അതൊന്നും നമ്മൾ എന്തായാലും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. മൈത്രേനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, സമൂഹത്തിന് ഒരു വിപത്തായിട്ട് മൈത്രേനും വേടനും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫാൻസുകാരൊന്നും പറയല്ലേ.